ഭാഗം. അവിടെയാണ് പുതിയ ന്യൂ ജനറേഷൻ ഉണ്ടാകുന്നത്. അവിടെയാണ് പുതിയ ജനറേഷൻ ഉണ്ടാകുന്നത്. ആ വ്യക്തിയിൽ അടുത്ത പുതിയ ജനറേഷൻ ഉണർത്തിയെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സാധ്യത. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്ക് അനായാസം. കാരണം നമ്മളിതിന് നിരന്തരമുള്ള പ്രക്രിയ തന്നെയാണ് കേട്ടോ. ഇത് വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായം ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രം കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നിരന്തരം നമുക്ക് കളഞ്ഞുകൊണ്ടിരിക്കാവുന്ന കാര്യമാണ്. നമ്മളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഭാഗം, അസ്വസ്ഥത എന്ന് പറയുന്നത് മുഴുവനും ഇപ്രകാരമുള്ള കാര്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളാണ്. നമ്മളിലുണ്ടാകുന്ന ഓരോ ചെറിയ അസ്വസ്ഥതയും നിരന്തരം ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ളൊരു സാധനം അടിഞ്ഞുകൂടത്തില്ല, ഒരിക്കലും അടിഞ്ഞുകൂടത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? ശ്രദ്ധിക്കേണ്ടത് നൈരേന്ദ്രിയത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. നിരന്തരം ശ്രദ്ധിക്കുമ്പോൾ, നൈരേന്ദ്രിയതയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒന്നും അടിഞ്ഞുകൂടത്തിലോ ഒരു ഉപബോധ മനസ്സ് ഉണ്ടാകത്തില്ല. ഈ ഉപബോധ മനസ്സ് എന്താ ചെയ്യുന്നത്? നമ്മളിൽ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ ഡീൽ ചെയ്യുന്നതിന് പകരം എൻ്റെ ഉപബോധ മനസ്സ് കയറി ഡീൽ ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാനവിടെ എന്ത് സംഭവിക്കും? ഞാനിങ്ങനെ വെറുതെ ഒരു നോട്ടക്കാരനെ പോലെ നിൽക്കേണ്ടി വരും. എൻ്റെ താല്പര്യം നല്ല വിധത്തിൽ ജീവിക്കണമെന്നാണ്. പക്ഷേ എൻ്റെ ഉപബോധ മനസ്സ് സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. ഉപബോധ മനസ്സ് എപ്പോഴും കയറി നല്ല താല്പര്യത്തിനൊക്കെ അതിൻ്റെ കടക്കൽ കോട്ടാലി വെച്ച് കളയും. നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് എടുത്തു കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനെന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. ഞാനൊരു അഹങ്കാരമായിട്ട് മാറും. കാരണം എന്താണ്? ഞാൻ അഹങ്കാരിയാകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എൻ്റെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ഞാൻ അഹങ്കാരിയാകുന്നത്. അല്ലെങ്കിൽ അഹങ്കാരിയാകത്തില്ല. എന്തുകൊണ്ട് അഹങ്കാരിയാകുന്നു? കാരണം ഞാൻ നല്ലത് ആഗ്രഹിക്കുമ്പോൾ എന്നിൽ നിന്ന് തന്നെ വേറിട്ടൊരു പ്രവർത്തനം ഉയർന്നു വരുന്നു, ഉണർന്നു വരുന്നു. അങ്ങനെ വേറിട്ടൊരു പ്രവർത്തനം വരുമ്പോൾ എനിക്ക് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ തന്നെ എന്നിൽ നിന്ന് തന്നെ വൈരുദ്ധ്യമാർന്നൊരു പ്രവർത്തനം വരുമ്പോൾ എനിക്ക് തന്നെ മാനസികമായിട്ട് അസ്വസ്ഥത വന്നില്ലേ? എൻ്റെ ആഗ്രഹം നല്ലതാണ്, നല്ല വിധത്തിൽ എല്ലാവരോടും പെരുമാറണമെന്നുള്ളതാണ്. പക്ഷെ നടക്കുന്നില്ല. അവിടെ നടക്കുന്നില്ല. അവിടെയാണ് നമ്മൾ തന്നെ നമ്മളെ വെറുക്കാൻ തുടങ്ങും. പിന്നെ അവിടെ അഹങ്കാരം നിരന്തരമാകാൻ തുടങ്ങും. കാരണം പല പ്രാവശ്യമായി നല്ല വിധത്തിൽ ഓക്കെ ഞാൻ ഇന്ന് ഭാര്യയായിട്ട് വഴക്കൊണ്ടൊന്നും ഉണ്ടാക്കത്തില്ല, സ്നേഹത്തിൽ സന്തോഷത്തിലെ ഭാര്യയായിട്ട് സംസാരിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് വരണത്. പക്ഷെ വീട്ടിലെത്തി സംസാരിച്ച് തുടങ്ങുമ്പോൾ മൊത്തം കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്താ കാര്യം? എന്നിൽ ഉപബോധ മനസ്സുണ്ട്. ഈ ഉപബോധ മനസ്സും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് എന്നും കോൺഫ്ലിക്റ്റിങ്ങാണ്. അപ്പോൾ ഈ ഉപബോധ മനസ്സിനെ കട്ട് ഓഫ് ചെയ്യണം. ഈ ഉപബോധ മനസ്സ് എപ്പോഴും ഉണ്ടായതാണ്? വളരെ ചെറുപ്പം നാളിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുട്ടിയുടെ സവിശേഷത തുടർന്ന് കൊണ്ടുപോകുന്ന ഭാഗത്ത് മാതാപിതാക്കളും മുതിർന്ന ആൾക്കാരും വരുത്തി വെച്ചിട്ടുള്ള വൃത്തികേട് മാത്രമാണ് ഉപബോധ മനസ്സിൽ കിടക്കുന്നത്. അല്ലാണ്ട് വേറൊന്നും ഉപബോധ മനസ്സിലില്ല. ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മറ്റുള്ളവർ നമ്മളിൽ അനുഭവത്തിൽ തുടർച്ചയില്ലാണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഉപബോധ മനസ്സായിട്ട് രൂപം കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ആഗ്രഹം നന്നായിട്ട് ജീവിക്കണം, കൊള്ളാം, നല്ല കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ താല്പര്യമൊക്കെ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ തുടർച്ച കിട്ടുന്നില്ല. എന്താ കാരണം? എന്നിൽ തന്നെ വേറിട്ടൊരാളുണ്ട്. എന്നിൽ വേറൊരാൾ ഇരുന്ന് പ്രവർത്തിക്കാൻ, എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരാൾ എന്നിൽ പ്രവർത്തിക്കാൻ. അങ്ങനെ ഉള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അത് നാച്ചുറൽ അല്ല, അത് അൺനാച്ചുറലാണ്. നമ്മുടെ റിയാലിറ്റി അല്ല അത്. മനസ്സിലായോ? നമ്മുടെ റിയാലിറ്റി അല്ല. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾക്ക് വേണ്ടതല്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എടുത്തു മാറ്റണം. എങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും? മാറ്റാനുള്ള മാർഗം
വളരെ സിമ്പിളാണ്. എന്നുവെച്ചാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മൂവ് ചെയ്താൽ മാത്രമേ, ഡിസോൾവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് നമ്മളിൽ സജീവമാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എടുത്തു മാറ്റണം. എന്താണ് അതിനുള്ള ടെക്നോളജി? അത് നമ്മളിലുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിനെ നിർവീര്യം ചെയ്ത്, ബോധ മനസ്സ് മാത്രം മതി, നമ്മൾക്ക് ബോധ മനസ്സ് മാത്രം മതി. അങ്ങനെ ബോധ മനസ്സ് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് നമ്മുടെ സവിശേഷത വരുന്നത്. എന്താണ് സവിശേഷത? പ്രതികൂല സാഹചര്യത്തെ നിസ്സാരമായിട്ട്, നിഷ്പ്രയാസം നിർവീര്യം ചെയ്ത് കളയാൻ പറ്റുന്നതാണ് നമ്മുടെ സവിശേഷത. ഒരു കാരണവശാലും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യമില്ല, ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാകത്തില്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. അത് അസാധ്യമാണ്. എന്തുകൊണ്ട് പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നു? നമ്മളിൽ ഉപബോധ മനസ്സ് കിടക്കുന്നതുകൊണ്ടാണ്. ബോധ മനസ്സിനെ തകർക്കുന്ന, തടസ്സം നിൽക്കുന്ന ഉപബോധ മനസ്സ് നിൽക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ മുതിരുമ്പോൾ എനിക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്നു. ശരിയാകുമോ, ശരിയാകില്ലേ, എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കും? എന്തുകൊണ്ട് എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കാരണം ഞാൻ പോലും എനിക്ക് എന്നിലൊരു വ്യക്തത ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്തുമൊക്കെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം എന്താണ്? വേറൊരു മനസ്സ് കിടക്കുന്നു. എൻ്റെ താല്പര്യം എന്താണ്? നല്ല വിധത്തിൽ അയാളോട് സ്നേഹത്തിൽ സന്തോഷമായിട്ട് സംസാരിക്കണമെന്നുള്ള ഭാഗത്താണ് ഞാൻ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാൻ പോകുന്നു സത്യസന്ധമായിട്ട്. ഞാനൊരു ഡെയിലി ലേബറാണ്, ഒരു തൊഴിലാളിയാണ്. കൊള്ളാം, നല്ല കാര്യമാണ്. തൊഴിലാളി എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഒരു അന്നന്ന് വേണ്ട ആഹാരത്തിന് തൊഴിൽ ചെയ്ത് ആ ജീവിതം, ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഏറ്റവും ഉയർന്നത് ആ വ്യക്തിയാണ്. ഏറ്റവും ഉയർന്നത് സമൂഹത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഡെയിലി വേജസിന് പണിയെടുക്കുന്നവരാണ്. കാരണം ഇവർക്കൊരിക്കലും ധാരാളമില്ലാത്തതുകൊണ്ട് വഞ്ചന, ചതിയൊന്നും ഇവരിൽ കടന്നുകൂടത്തില്ല. സമൂഹത്തിൻ്റെ നട്ടെല്ല് ഡെയിലി വേജസിന് പണിയെടുക്കുന്നവരാണ്, അല്ലാതെ സമ്പന്നരല്ല. ധാരാളം പൈസ ഉള്ളവർ ഒരിക്കലും സത്യസന്ധരാകത്തില്ല, ആകാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എന്താണ്? ധാരാളം ഉള്ളത് കൊണ്ട് അവർ മടിയന്മാരാണ്. അവർക്ക് കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാം. കാരണം എന്താണ്? ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ സത്യസന്ധത അവർക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. നിർബന്ധമില്ല കേട്ടോ, കാശ് കൈ കൂടിയെന്നും പറഞ്ഞ് അപകടമൊന്നുമല്ല. പക്ഷേ സാധ്യത ഡെയിലി വേജസിന്, അന്നന്ന് വേണ്ട ആഹാരത്തിന് പണിയെടുക്കുന്നവരിന് എന്നും ശ്രദ്ധിക്കണം. അവൻ്റെ ശ്രദ്ധ എന്നും അവൻ്റെ സവിശേഷതയിലായിരിക്കണം. അതുകൊണ്ട് നാടിൻ്റെ നന്മയെന്ന് പറയുന്നത് സാധാരണ കൂലിപ്പണിക്കാരാണ്. അവരാണ് നമ്മളുമായിട്ട് സഹകരിക്കേണ്ടത്. നമുക്ക് സഹകരണം വേണ്ടത് കൂലിപ്പണിക്കാരുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുമായിട്ടാണ് നമുക്ക് സഹകരിക്കേണ്ടത്. ഒരു വിദ്യാഭ്യാസവുമില്ല, സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. കാരണം അവരാണ് നാടിൻ്റെ നട്ടെല്ല് നിവർത്തിപ്പിടിക്കുന്നത്. കാരണം അവർ പണിയെടുക്കുന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്നത്. അവരില്ലെങ്കിൽ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ഉണ്ടാകത്തില്ല, അല്ലേ? നിരന്തരം മണ്ണുമായിട്ട് മല്ലിടുന്നവർ, കർഷകരുണ്ടെങ്കിലേ നാടുള്ളൂ, അല്ലാണ്ട് ഡോക്ടറും എഞ്ചിനീയറും ഒന്നുമല്ല. കർഷകരുണ്ടെങ്കിലേ നാടുള്ളൂ. കാരണം കർഷകർ കൃഷി ചെയ്തിട്ടല്ലേ ഈ ഡോക്ടറും എഞ്ചിനീയറും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. അല്ലാണ്ട് ഡോക്ടറും എഞ്ചിനീയറും എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും ജീവിക്കുമോ? ഇല്ല, ജീവിക്കത്തില്ല, ഒരു കാരണവശാലും ജീവിക്കത്തില്ല. കർഷകർ കഷ്ടപ്പാടിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാട് നല്ലതല്ലെന്നാണ്. കർഷകർ കഷ്ടപ്പാടിലാണെങ്കിൽ നാട് ശരിയല്ല, ഒരു സംശയവും വേണ്ട. കർഷകരായിരിക്കണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കേണ്ടവർ. നമ്മുടെ നാടിൻ്റെ നന്മയെന്ന് പറയുന്നത് കർഷകർ സന്തോഷത്തിൽ ജീവിക്കുമ്പോഴാണ്.
കർഷകൻ അസ്വസ്ഥമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് സൂചിപ്പിക്കുന്നത് എന്താണ്? വിളിച്ചു പറയുന്നത് എന്താണ്? ആ രാജ്യം നശിക്കുകയാണെന്നുള്ള. ഒരു സംശയം വേണ്ട. കർഷകൻ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് ചെയ്യുന്നവൻ, കൂലിപ്പണി ചെയ്യുന്നവൻ അവൻ തൃപ്തമായിട്ട് വൈകുന്നേരം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ നാട് സമൃദ്ധിയിലാണ്. അല്ലാണ്ട് ഭയങ്കര വലിയ കോടീശ്വരന്മാരുണ്ടായിട്ട് നാട് നന്നാകില്ല, ഒരിക്കലുമില്ല. സമ്പന്നരായിട്ട് കുറേ ആൾക്കാരുള്ളിടത്തല്ല നാടിൻ്റെ. രണ്ടാം അപ്പം നാടിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ഇല്ല, നാടിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ബേസിക് ലേബറേഴ്സ് സ്വസ്ഥമായിട്ട് അവർ വൈകുന്നേരം ആകുമ്പോൾ നേരെ ബിവറേജിൻ്റെ വാതിക്കലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പാണ് നാട് നാശത്തിലോട്ടാണ്. ഒരു സംശയം വേണ്ട. വൈകിട്ട് കൂലിപ്പണിക്കാർ, കർഷകർ ബിവറേജിൻ്റെ വാതിക്കലോട്ടാണ് പോകുന്നതെങ്കിൽ, പുകവലിക്കാനാണ് പോകുന്നതെങ്കിൽ ഉറപ്പാണ് ആ നാട് നന്മയിലല്ല. ഇത് വിലയിരുത്താൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും വേണ്ട, ഒരു സ്റ്റാറ്റിസ്റ്റിക്സും വേണ്ട. മനസ്സിലായ? ജവാനാണ് ബിവറേജിൽ കൂടുതലെങ്കിൽ, ജവാനാണ് ബിവറേജിൽ കൂടുതലെങ്കിൽ നാട് നശിച്ചുകൊണ്ടിരിക്കുക. ഒരു സംശയമില്ല കാര്യത്തിൽ. അല്ലേ? ജവാനല്ലേ ഏറ്റവും വില കുറഞ്ഞ മദ്യം? അതിലും കുറഞ്ഞുണ്ടായി, ഇപ്പോൾ പുതിയത് വല്ലതും ഉണ്ടാ? അല്ലേ? ലോക്കൽ റമ്മ്, ലോക്കൽ മദ്യം, ഏറ്റവും ചീപ്പായിട്ടുള്ള മദ്യം ആണ് ബിവറേജിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വരുന്നതെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ. ഇതിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്സും വേണ്ട. ബിവറേജ് കോർപ്പറേഷൻ്റെ വാതിക്കൽ പോയി നിന്നാൽ മതി. അവിടെ ലോഡ് ഇറക്കുമ്പോൾ നോക്കിയാൽ മതി. ഏറ്റവും വില കുറഞ്ഞ മദ്യം ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ കാര്യം ഉറപ്പാണ്, നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൻസ്, പാൻപരാഗ്, മയക്കുമരുന്നുകൾ, ഇതെല്ലാം ഏറ്റവും ചീപ്പായിട്ടുള്ള ഹാൻസ്, വില കൂടിയ DMT നാർക്കോട്ടിക് സാധനങ്ങളൊന്നുമല്ല, വളരെ ചീപ്പായിട്ട് വരുന്ന സാധനങ്ങൾ. ബീഡി വലി, സിഗരറ്റ്, ഇതെല്ലാം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലോക്കൽ ക്ലാസ് ആൾക്കാരാണെങ്കിൽ നാട് നശിച്ചുകൊണ്ടിരിക്കുക. അവരിത് ഒരിക്കലും ഉപയോഗിക്കരുത്. അവരുപയോഗിക്കാൻ അവരുടെ മാനസികാവസ്ഥ നിരന്തരം ഉല്ലാസത്തിലും സന്തോഷത്തിലും ആയിരിക്കണം. കാരണം നാടിൻ്റെ നട്ടല് മണ്ണിൽ പണിയെടുക്കുന്നവരാ. എൻ്റെ ഓഫീസിൽ ഇരുന്ന് വലിയ തൊഴിൽ ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല, അല്ല, ഒരിക്കലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല നാടിൻ്റെ നട്ടല്. നാട് നിവർന്നു നിൽക്കാൻ കാരണം കൂലിപ്പണിക്കാരാണ്. അവർ സന്തോഷത്തിലാണോ? കർഷകർ ഭൂമിയുമായിട്ട് മല്ലിടുന്നവരാണ് നമുക്ക് വേണ്ടത്. അത് ഓഫീസ് ജോലി ചെയ്യുന്നവരല്ല, അതിൽ ഹൈ ക്ലാസ് ഹൈ എൻഡ് ആൾക്കാരുമല്ല. നമുക്ക് ലോ ക്ലാസ് ആൾക്കാർ. ലോ ക്ലാസ് എന്ന് പറയുന്നവരാണ് ഹൈ ക്ലാസ്. മനസ്സിലായി? ലോ ക്ലാസ്, മണ്ണോട് മണ്ണ് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഹൈ ക്ലാസ്. കാരണം അവരുണ്ടെങ്കിലാണ് ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടാകത്തുള്ളൂ. ഇവരെ ചവിട്ടിയാണ് ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കുന്നത്. ഇവർ മാറിയാൽ ഈ പറയുന്ന ഹൈ ക്ലാസ് മുഴുവനും തരിപ്പണമായിട്ട് താഴെ വീഴും. ഒരു സംശയം വേണ്ട. ഹൈ ക്ലാസ് അല്ല. നമ്മൾ ഈ ഹൈ ക്ലാസ് എന്ന് പറയുന്നവർക്ക് 100 ടെൻഷനാണ്. മനസ്സിലായി? അവർക്ക് പ്രശ്നങ്ങൾ കൂടുതലേ ഉള്ളൂ, അതല്ലാണ്ട് അവർക്ക് സമാധാനമൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഹൈ ക്ലാസും ലോ ക്ലാസും. അപ്പം ഹൈ ക്ലാസ് എന്ന് പറയുന്ന ഈ ഇത് വാചകമടിക്കുന്ന ആൾക്കാരല്ല. ലോ ക്ലാസ്, ഏറ്റവും കൂടുതൽ മണ്ണോട് വന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആ കർഷകർ, അവർ ഫ്രീ ആയിട്ട്, അവർ ഒരു ദുഃഖവുമില്ലാതെ അനുഭവത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ടാകും. ഈ കുറേ പുസ്തകമൊക്കെ വായിച്ചിട്ട് സയൻസിൻ്റെ ഭാഗത്ത് തർക്കിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല. അവരാവശ്യമില്ല. നമുക്ക് സമാധാനപരമായിട്ട് സഹകരിക്കാൻ പറ്റുന്നവർ, ഏറ്റവും കൂടുതൽ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അതിൽ ഭയങ്കര വലിയ ആശയമായിട്ട് വിപ്ലവകരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു കഥയില്ല. കാരണം അവർ പണിയെടുക്കാനല്ല,
അവർ പണിയെടുക്കത്തൊന്നുമില്ല. അവർ മറ്റാളുടെ മുമ്പിൽ ഞാൻ വലിയ കേമനാണെന്ന് തർക്കിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. എന്നുവെച്ചാൽ കേമന്മാരുണ്ട്. അത് അവർ നമുക്ക് കാര്യമില്ല. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ വിയർപ്പിൻ്റെ കൂട്ടത്തിൽ വിയർക്കുന്നവരുടെ കൂട്ടത്തിൽ വിയർക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കാൻ എത്ര പേരുണ്ട്? അനുഭവത്തിൽ തുടർന്നിരിക്കാൻ. അത് ഞാൻ മറ്റേ പുസ്തകം വായിച്ചിട്ടുണ്ട്, ആ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ആ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്, ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തം അങ്ങനെയാണ് എന്ന് നമുക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? അധ്വാനിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. നിരന്തരം അധ്വാനിക്കണം. അപ്പോൾ അവിടെ മടിയില്ല, ആശങ്കയില്ല, സങ്കല്പമില്ല, വേസ്റ്റില്ല, രോഗമില്ല, ക്ഷീണമില്ല. മറ്റയാളെ തകർക്കാനോ എതിർക്കാനോ ഒന്നുമല്ല. അവനുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഭാഗം, അതല്ലേ മനുഷ്യൻ്റെ ആദ്യത്തെ ലക്ഷണം. എല്ലാവരോടും സഹകരിക്കുന്ന ഭാഗം. എൻ്റെ ആശയം അല്ല, ആശയത്തിൽ നിന്ന് ഉണ്ടായതല്ല, നമ്മൾ അനുഭവത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അനുഭവമാണ്. അനുഭവത്തിന് തുടർച്ചയുണ്ട്. ഒരിക്കലും അനുഭവത്തിന് ഒരു തകർച്ചയില്ല. അനുഭവത്തിന് പെർഫെക്റ്റ്നെസ്, സത്യസന്ധതയാണ് വായിക്കാനുണ്ടാകുന്നത്. You mean complicated memory. നമസ്കാരം സെബു. ബ്രാൻഡ് നെയിം റം ഓർ ബ്രാൻഡി. ഹായ് ഷാഫി. കഞ്ചാവുണ്ടെന്ന് മനസ്സിലായി, ബട്ട് റം ഓർ ബ്രാൻഡി അടിച്ച I am just gonna listen to this drunk Mallu uncle yapping. Keep yapping drunk Mallu uncle YouTube live. മൈത്രേനെ പോലെ കഞ്ചാവ് അടിച്ചുകൊണ്ടുള്ള കൊണയടി തുടങ്ങി. അങ്ങനെ ദേശീയവാദം കലക്കി പറയുന്നു. ഒന്നുമില്ല. Pity his wife. Uncle is high as a kite. നിങ്ങൾ ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചുകൊടുന്നത്. അപ്പോൾ നല്ലൊരു കമൻറ്റിനല്ല, നല്ലൊരു ക്വസ്റ്റ്യനൊന്നും ഇത്രയും നേരത്തെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. മനസ്സിലായി? സാധാരണ നോർമലായിട്ടുള്ള ക്ലീഷേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലരുടെ സംസ്കാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമൻറ്റും വന്നിട്ടില്ല. ഇത് സാധാരണ ക്ലീഷേ കമൻറ്റുകളാണ്. നമുക്കതൊന്നുമല്ല വേണ്ടത്. നമുക്ക് കാര്യപ്രസക്തമായിട്ടുള്ള ഒരു മനുഷ്യനെ എവിടെയാണ് ഒരു മനുഷ്യരുടെ ബന്ധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇൻട്രാക്ഷൻ, അവിടെയാണ് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ലോ ക്ലാസ് ക്ലീഷേ, മനസ്സിലായ? ഈ ചുറ്റിക്കളി നടക്കുന്ന ആൾക്കാരുടെ ക്ലീഷേ കമൻറ്റുകളാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല, ഇത് സ്ഥിരം എല്ലായിടത്തും പോയി ചളവടിക്കുന്നവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. കാരണം അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മാറുന്ന ഭാഗം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. നമ്മൾ ഇവിടെ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈ ക്ലീഷയുള്ള ഈ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പ്രവർത്തനം നിന്നുപോകും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഉണരും, ഒരു സംശയമില്ല. നിങ്ങളിലുള്ള സംശയങ്ങളും ആശങ്കകളും മാറിയിരിക്കും. കാരണം നമ്മളിൽ യാതൊരു സംശയമില്ല. നിങ്ങളിലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ അത് കണ്ടെത്തിയിട്ടില്ല, അതും നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ക്ലീഷേ കോമൺ സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ വാരി വിതറുന്നത്. അതിന് അധികം ആയുസില്ല, അത് അസ്തമിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് നിങ്ങളോട് യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകണം. മനസ്സിലാ? അതിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകണം, അഭിമാനിക്കണം. അതാണ് വേണ്ടത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ അഭിമാനം ഉണ്ടാകണം. മറ്റൊരുത്തൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ല, എന്നിലെ സത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ആ താല്പര്യമായിരിക്കണം. കാരണം ഇത് വേറൊന്നും കിട്ടത്തില്ല. ഇതുപോലെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം ഇത് മാറ്റി റീപ്ലേസ് ചെയ്യാനൊന്നും കിട്ടത്തില്ല. ഇത് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരിക്കൽ കിട്ടിയ അവസരം ഒരു കാരണവശാലും ഒരു പാഴ് സംഭവത്തിൻ്റെ മുമ്പിലും അടിയറ വെക്കരുതും. ഒരാളുടെ മുമ്പിലും കൊണ്ട് അടിയറ വെക്കരുതും. ഇതുപോലെ മറ്റൊന്നും കിട്ടത്തില്ല. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സവിശേഷതയാണ് നിങ്ങളുടെ ജന്മം. അതുകൊണ്ട് ആ ഭാഗം തുടരുക. ഇതുപോലെ മറ്റൊന്നും കിട്ടത്തില്ല. അവിടെ മറ്റുള്ളവരെന്ത് ചെയ്യണമെന്നുള്ളതല്ല, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഭാഗം കൃത്യമായിട്ട് ചെയ്യുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ തുടർച്ചയിലിരിക്കുക. അതിൽ യാതൊരു കോട്ടം വരുത്തരുത്.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിരന്തരം തുടരുക. അവിടെ അസാധ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ന് പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറ്റും. നേരെ ചൊവ്വയുള്ള കാര്യങ്ങളോട്ട് എത്തും. അങ്ങനെ ഉള്ളിലുണ്ടാകുന്ന ചെറിയൊരു അസ്വസ്ഥത എന്തുകൊണ്ടാണ്? ആ അസ്വസ്ഥത നിങ്ങളിൽ നേരത്തെ കടന്നുകൂടി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇരിക്കുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് എടുത്തു കളയാം? നമുക്ക് ആകാശമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലിരിക്കുന്ന അസ്വസ്ഥത ആകാശം സ്പേസുമായിട്ടുള്ള ബന്ധം മാത്രം മതി. ഒരൊറ്റ മനസ്സ്, ബോധ മനസ്സ് മാത്രമേ ആകാവുള്ളൂ. ഉപബോധ മനസ്സും ബോധ മനസ്സും ഇത് രണ്ടും കൂടി കൊണ്ടു കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്വസ്ഥത കൈവരിക്കാൻ പറ്റത്തില്ല. പാരമ്പര്യമായിട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളുടെ താല്പര്യം അവിടെ ഇരിക്കുന്നു. പക്ഷേ സമകാലീനമായിട്ടുള്ള ലോകത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം പ്രവർത്തിച്ച് തുടരാൻ പറ്റുന്നില്ല. വ്യക്തിയിൽ തന്നെ വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിരന്തരം രൂപം കൊള്ളുന്നു. എന്താ കാരണം? ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സിനെ എടുത്തു കളയാൻ ആകാശമായിട്ടുള്ള ബന്ധം എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. യെസ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ദർ ഈസ് എ സബ്കോൺഷ്യസ് മൈൻഡ് വിതിൻ us. What is the subconscious mind doing? Subconscious mind is always creating problems for you. Your consciousness is one and the only thing required. Your conscious mind is struggling or striving to do the right thing, but you cannot. Why? Because there is a subconscious mind always ruling you. Subconscious mind is very powerful because it is happened from your early childhood. You have to cleanse it. You have to neutralize your subconscious mind and be with the potential awareness which is connected with the space. The one and the only thing is you should separate your subconscious, dissolve the subconscious mind, dissolve it. For that you need expansion and contraction which is connected with space, which will give you the capacity of infinity. And your master will be the space, nothing else. Space will be your master. So you will never buckle, you will never quarrel, you will never fight. You will have eternity within your grasp in capacity. You can sustain your awareness. One and the only thing required is your awareness. Awareness is not granted from the society. It is granted from your own activity continuously maintained. No suffering, never. Life is working continuously, perfectly, beautifully. It is created beautiful design, working from the space. So space is a capacity. Space will dissolve all the trash from you. No doubt, no confusion. You don't have to follow anyone. You just maintain rapport with your life, living life. So your language should be the living language. Experiencing life will give you the capacity. Nothing else. No suffering. Living can never have suffering. Never. Living is continuously happening. So no conflict. Confusion is never part of yourself. Never. Never. It's very simple. It is always. So it is not created by someone. It is not created by society. So no one has authority over your life. You are not a slave to anyone. No parents can control you. No parent should control you. You should be controlled by your reality. You should always be controlled by your reality, nothing else. Nothing else should control you. You should be always controlled by your own reality. That's the only requirement. നമ്മൾക്ക് നമ്മുടെ സത്യസന്ധതയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ മാതാപിതാക്കളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. കഞ്ചാവും മയക്കുമരുന്നും മദ്യവുമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ കാമുകനും കാമുകിയുമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സത്യസന്ധതയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മളെ നിരന്തരം അനുഭവിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യത. ഇത് ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റുന്നതല്ല. എൻ്റെ ജീവിതാനുഭവം ആണ് എൻ്റെ തെളിച്ചം. അതിന് പ്രായോഗികമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ്. No one can come and disturb the reality of being. Never, ever. Never. So you are against all religious institution. No institution, no religion. Religion is the discipline of the stupid people. Nothing else. As you are following your subconscious mind, you are always prone to fall back.
religion is belief system because you are having a subconscious mind ruling you. You have to dissolve your subconscious mind. So you will not believe in anyone. You don't have to believe in anyone because reality is much more powerful than your belief. Why you are having a belief? Because you are having a subconscious mind. That is the reason you are believing. Dissolving the subconscious mind will give you the capacity to realize the reality of your own existence. You yourself is the most richest thing in the world. You don't have to worry with anyone. Never. Never try to associate with anyone. Associate with your own life. First, you have to associate with your reality. Then, association is a natural consequence. Never try to maintain partnership. Never. Be with the life. Once you are associated with the life, then definitely everyone will be your beautiful partners. Not only a particular person, everyone. It is not for anything in particular. Never. Never. You don't have to worry about anything. Worry is never part of life. Life is working continuously. It is never getting tired. Even though you are getting tired, life is never getting tired. That's where your attention should be. Once you are connected with the reality of being, never ever anything can be wrong against you. Never. So no belief system. You're believing because there is a subconscious mind within you. Dissolve the subconscious mind. With space you can dissolve the subconscious mind. Perfectly, powerfully, beautifully. Nothing can ever be against you. Never, ever. Nothing. Because we are working with eternity. We are working with eternity. Nothing can ever be wrong. Never be. One and the only thing is separating, dissolving the subconscious mind. Once you are able to dissolve the subconscious mind, the true awareness, the true real self. Why one cannot maintain? Because you are ruled by the subconscious mind partially. And you are wishing to maintain, have a better life. But never. As long as subconscious mind is there, you can never have a peaceful living. Dissolving, completely erasing the subconscious mind will give you the capacity. Definitely. Because life is working. Your definite clarity should be attained by your own self. No one is going to make you realize that you are perfect. No one. Only you can work with your reality. Be with your reality. Work with it continuously. Definitely you can separate, dissolve the subconscious mind and be a realized human being where the eternity is working continuously. No doubt, no confusion. In human being, there is no doubt. It is a wonderful intelligence working continuously. Nothing else. The scope is within you, not outside you. No motivational talker is going to give you the comfort and convenience of eternity. No motivational talker. No partner is going to give you the comfort and convenience of eternity. Only you can. It is guaranteed within you. Yes, the guarantee of life is within you. Eternity is within you. Perfectness is within you. No one is going to be perfect partner. Never. Your life is the perfect partner. As you start working with life, you can feel the richness of being very easily. So honesty will give you the freedom. No one can give you the freedom. No gurus, no teachers, nothing. Your own activity connected with honesty. So it is not a discipline from social standards. It's a discipline from reality making you possible. Your heart is beating, so now is the time. No tomorrow, never. Tomorrow never has ever happened to encounter a tomorrow. So now is the possibility. Why there is no now? Because subconscious mind is creating hallucination, illusion and dreams for tomorrow and never can fix your dreams and live wonderfully. You are. Always. You are definitely working continuously. No one can create something like this. And once you are connect with yourself, you will never have frustration, disappointment, never disappointment. Because you are appointed perfectly where you are supposed to be. And your appointment is working continuously. Yes, no disappointment is part of our life. The living can never have disappointments. Books are not going to work with you, never. Books, scriptures, gurus, teachers, no.
You have to master yourself with the reality of being. The one and the only requirement is mastering with the reality of being, experiencing life continuously. One and the only thing required is experiencing life, the glorious thing that is life working continuously. Even though you get tired, life is never getting tired. That is where your attention should be. Yes, no one can force you. Once you connect with the reality of being, no problem, no conflict, never ever. So this is where your attention should be. Once you are connected with the reality of being, nothing can ever go wrong. Give attention. The eternity is open in your awareness. Eternity is open in your awareness. For millions of years, this one thing is only happening. This one is the only thing happening. So how can one face any problems in living? Associate for your reality. Once you are bound with the reality of being, then definitely you will be maintaining yourself in a most comfortable, convenient way. Always. Not temporary, not sometimes, always. Not here and there, always. This is the beauty of living. ഇത് വളരെ ആണ്. ഒരു കഷ്ടപ്പാടില്ല. ആരെയും നമ്മൾ ആശ്രയിക്കണ്ട. ജീവനെ മാത്രം ആശ്രയിച്ചാൽ മതി. ജീവൻ നമുക്ക് എന്നും അനുകൂലമാണ്. ജീവൻ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കത്തില്ല, ഒരിക്കലും സൃഷ്ടിക്കത്തില്ല. അനായാസം പ്രവർത്തിക്കുന്നതാണ് ജീവൻ. ജീവന്റെ സ്പന്ദനത്തെ നമുക്ക് നിസ്സാരമായിട്ട് അനുഭവിക്കാം. ദർ ഇസ് നോ ക്വസ്റ്റ്യൻസ്, ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ ക്യൂരിയോസിറ്റി, നോ ഡൗട്ട്, നോ കൺഫ്യൂഷൻ. In life, there is no confusion. Never. Life is as such, it is working always beautifully. No confusion is possible in life. Never. Never possible. Life is working beautifully. The intelligence which is making us possible is never getting tired. So how can you get tired? How can we get tired? If you are realizing yourself, the beauty of being is perfectly working. So no stress, no strain, no disappointment in the living. It is always brightness. Association is perfect. You don't have to attach yourself with the unwanted. Yes, your parenting association should be terminated in the earliest possible. No, you are connected with the parents, your brothers and sisters, cousins. For what? You are still connected with the parenting capacity, then you are destroyed definitely. No parents, no cousins, no brothers, sisters, lovers, nothing. Be connected with the realization where eternity is working perfectly, powerfully. You will never be judged by anyone. If you are connected with the parents, relatives, cousins, and business partners, definitely you will collapse. Definitely you will collapse. If you are connected with the reality, you will never collapse. You will never face old. You will always facing the beauty of living. Your parents, brothers, sisters, cousins, friends, business partners, lovers, or your associates, definitely you will collapse. Strangers will always be there. Fear will be always haunting you. If you are connected with the reality, all your brothers, sisters, friends, relatives will get terminated and life will be working continuously. No strangers. You will never meet strangers. You will be always meeting perfect associates only. You will never meet any strangers. Why you are meeting strangers? Because you are connected with your parents. You are connected with your brothers and sisters, lovers, partners, business partners, this partners, that partners. But always you are meeting strangers. Yes, if you are establishing yourself with the past, that is with your subconscious mind. Parents are from your subconscious mind, relatives are from your subconscious mind, your friends are from your subconscious mind, your business is from your subconscious mind. Definitely, as long as subconscious mind is there, you are not going to face the reality. You will be facing strangers and strange experience will be dominating you. No doubt. No doubt. As long as history is ruling you, parents will be there,
subconscious mind will be there. If you are not getting connected with the reality, when you connect with the reality, immediately you will dissolve the subconscious mind. Friends, relatives, parents will get separated. You will get connected with the reality of being. History, belief, religion, everything will get shattered and you will get illuminated because the only thing possible for a human being. No contamination, no conflict is never possible. One and the only thing required for a human being is realization. Realization is the one and the only thing one should achieve. Be with your honesty, be with the living happening, experiencing life. It cannot be taught by anyone. You can associate. One and the only thing that is possible for realization is association. You don't have to sit in one room and meditate. No, never. You associate truthfully. One and the only thing demanding for realization is association with your daily life routine. Associate perfectly for nothingness. The wonder will open from inside. Yes, wonderful will open definitely. No one can disrupt. Once you open with the reality, it's very simple. That which cannot be destroyed. It's very simple. Realization will give you the capacity of infinity. Nothing else. It's not a dream. It's not a manifestation of a new cult or new organization. Never. I'm not trying. I'm never trying. I'm never struggling. I'm living only. I'm only living. I'm not trying to create a new organization. Never. Why should I? While the whole universe is working perfectly, why do I have to create a new wheel within the wheel? The wheel is running perfectly. Day and night is a beautiful happening. Why should I create a new day and night? Not required. Day and night is perfect. So is everything perfectly knitted together to work everlastingly. Yes, this life is working everlasting. Very simple. Aha. No doubt. In me there is no conflict, no doubt. I am perfect. I am perfect. I don't have even a slight trace of doubt within me. Never. I don't doubt my own life. That is the worst case. Doubting your own self, questioning your own self. Will anything go wrong tomorrow? No, never. There is no tomorrow because I am living. I don't have a tomorrow. Never can because I am living. How can there be tomorrow for me? Never. I am connected with everything that is making me possible. So happening itself is sufficient. Nothing is wrong in this perfect happening. Who created this? Yes, the creation created. All are working together. The creator is not separate. The creator and creation both are working together. So I don't believe in anything. Yes, I don't have to believe in anything because this is working. Wherever it is working wonderfully together. No doubt. There is no confusion. So no separation. The happening and the experience both are one and the same. Very simple. Yes. ഇത് ലളിതമാണ്, മനോഹരമാണ്. ഇത് ഒരു മനുഷ്യനും നിർമ്മിക്കാൻ പറ്റുന്നതല്ല, അനന്തമാണ്. ഒരു ഈശ്വര വിശ്വാസവും വേണ്ട, ഒരു മതവിശ്വാസവും വേണ്ട. എന്തു വേണം? അനുഭവത്തിൽ സത്യസന്ധത വേണം. ഒരേ ഒരു കാര്യം, അനുഭവത്തിൽ സത്യസന്ധത വേണം. അവിടെ തുടർച്ച കിട്ടും. ആരും ആരെയും ഫോളോ ചെയ്യണ്ട. മാതാപിതാക്കൾ ഏതോ കാലഘട്ടത്തിൽ നമുക്ക് മാതാപിതാക്കളുണ്ടായി, കഴിഞ്ഞുപോയി. സഹോദരങ്ങളുണ്ടായി, കഴിഞ്ഞുപോയി. സുഹൃത്തുക്കളുണ്ടായി, കഴിഞ്ഞുപോയി. അതെ, ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടായി, ഭാര്യയുണ്ടായി, ഭർത്താവുണ്ടായി, കാമുകനുണ്ടായി, കാമുകിയുണ്ടായി, കഴിഞ്ഞുപോയി. അവരൊന്നും അല്ല. ഇന്ന് സർവരുമായിട്ട് നമ്മൾ ഒരുപോലെ കാണുകയാണ്. അതെ, എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. അതെ, എല്ലാ മനുഷ്യരുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. എൻ്റെ ബന്ധുക്കൾ ഞാൻ നിശ്ചയിച്ച പാരമ്പര്യമായിട്ടുള്ള എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാർ പരസ്പരം ബന്ധമുള്ള ഏതാനും കുറച്ച് ആൾക്കാരിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ ജീവിതം. അല്ല, ഞാനുണ്ടാക്കിയ സുഹൃത്തുക്കളുടെ വലയത്തിൽ തീരുന്നതല്ല എൻ്റെ ജീവിതം. അനന്തമായിട്ട് എല്ലാ മനുഷ്യരുമായിട്ടുള്ള സൗഹാർദ്ദത്തിൽ തുടരുന്നതാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട്
മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് മാതാപിതാക്കൾ വേണം. നമ്മൾ മരിക്കുന്നവരെ മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കേണ്ടി വരും? ഇല്ല. മാതാപിതാക്കളൊക്കെ തുടച്ചു മാറ്റണം ജീവിതത്തിൽ. നമ്മുടെ വളർച്ച, നമ്മൾ വളരുമ്പോൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ഭാഗമുണ്ടാകരുതും. പരിപൂർണമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തുടച്ചു മാറ്റിയിരിക്കണം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം തുടച്ചു മാറ്റിയിരിക്കണം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നവരായി തീരണം. സർവ്വ മനുഷ്യരെയും ഒരുപോലെ കാണുന്നവരായി തീരണം. അല്ലാതെ ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ അപ്പനാണ്, ഇതെൻ്റെ സുഹൃത്താണ്, ഇതെൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്, ഇതെല്ലാം എൻ്റെ ഉപബോധ മനസ്സ് ഉണ്ടാക്കിയ ബന്ധങ്ങളാണ്, ഇത് ബന്ധനങ്ങളാണ്. അതിൽ നിന്ന് മാറി അനന്തമായിട്ടുള്ള സാധ്യതയുടെ ഭാഗത്തോട്ട് വളരുന്നില്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങളെ അടിമകളാക്കി കളയും. ഒരു സംശയവും വേണ്ട. സംശയിക്കാനൊന്നുമില്ല. If you cannot dissolve your subconscious mind, you will have parents, you will have brothers, sisters, friends, and many people, all for problems only. All for problems only. You dissolve your subconscious mind, there is no belief, no dreams, reality, one and the only thing, continuously working together to maintain your oneness always for eternity. No doubt, no confusion. Just dissolve your subconscious mind. The one and the only trap is your subconscious mind. Dissolve it. You will never face agony, anger. Nothing will be your partner. Never. You will never be egoistic. Never. Your subconscious mind is the reason that you feel desperate. You are struggling to be better than others. Because bitterness is your partner. Nothing else. Your subconscious mind, as long as subconscious mind is there within you, bitterness it will be your partner. You will be haunted by dreams of the past. Yes, definitely. So, you raise subconscious mind. Yes. നമ്മുടെ ഉപബോധ മനസ്സിനെ തകർത്ത് തരിപ്പണമാക്കി കളയുക. പാരമ്പര്യമായിട്ടുള്ള ഒരു ബന്ധത്തെയും എടുക്കണ്ട. പരമ്പരാഗതമായിട്ട് നമ്മളുടെ പാരമ്പര്യം ഇന്നതാണ്, ഒരാവശ്യമില്ല. സമകാലികമായിട്ട് നിരന്തരം നിലനിൽക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന ഈ ജീവന്റെ സ്പന്ദനത്തിന് താളം മതി ജീവിതം അനായാസം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് കർഷകരും കൂലിപ്പണിക്കാരുമായിരിക്കണം നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനത്ത് വരേണ്ടത്. സമ്പന്നരല്ല. കാരണം കർഷകരില്ലെങ്കിൽ ഈ രാജ്യം എവിടെ പോകും? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ല. നെവർ. No, we need farmers and daily laborers. Our intimacy should be with laborers and farmers who cultivate food for us. Not doctors and engineers and politicians and the high-end people, no. We need the low-end people. The low-end people are the perfect, real people. They are honest people. They can work together. They are perfect people. They can work together, always work. They are not carrying laziness, stupidity, nothing. They are the perfect living human beings. So be with them. So more you can be with the uneducated, with the farmers and the low-class laborers. You can see what honesty is, what discipline to your core. Discipline to the core, honesty to the core will be working continuously. Not the learned, not the high end. Be the low end, where you can feel the reality, where you can definitely feel the reality. ഇത് വളരെ സിമ്പിളാണ്. ഏറ്റവും താഴെക്കടയിലുള്ള, മനസ്സിലായി, ഡെയിലി ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരോട് സഹകരിക്കുക. അവരിൽ കള്ളത്തരം ഉണ്ടാകത്തില്ല, വഞ്ചന ഉണ്ടാകത്തില്ല, ചതി ഉണ്ടാകത്തില്ല. അതെ, എന്തെങ്കിലും സൗകര്യമുള്ളവർക്ക്, ഇച്ചിരി കാശ് കൂടുതലുള്ളവർക്ക് അവർക്ക് എപ്പോഴും എല്ലിൻ്റെ ഇടയിൽ മാംസം കയറിയിട്ടുണ്ടാകും. അവരെപ്പോഴും സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലിൻ്റെ ഇടയിൽ മാംസം കയറിയിട്ടുള്ളവർക്ക് സുഖം വേണം, നേരെ ചൊവ്വേ അധ്വാനിക്കാൻ പറ്റത്തില്ല. കാരണം അപ്പം അവർക്ക് വേദനിക്കും. മനസ്സിലായി? അവർ മറ്റുള്ളവരെ വിമർശിക്കാനും കളിയാക്കാനും ആക്ഷേപിക്കാനും ഇരിക്കുന്നവരാണ് എല്ലിൻ്റെ ഇടയിൽ മാംസം കയറിയിട്ടുള്ളവർ. അതെ, അവർ ഇറച്ചി കുത്തിയിരിക്കും എപ്പോഴും. അതുകൊണ്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല. The high-end people cannot work continuously because they need comfort. They need technology to serve them. They are creating robots and they are creating all the malware that's not according to the discipline of life. So forget them.
get separated from all the technologies that is developing. Yes. Why we are using this technology? Because life is not associating together. People are not there available. Yes, that's the only reason we are now available in the social media. If people are available together with life, touching life together, definitely we will never be in the clubhouse or in the YouTube. Never. If people are living, people are here working with us, definitely we will never be in this social media. We are expecting human beings to come and associate for their life. Yes, that we are longing for. We are longing to have real living human beings, not people who are struggling to make a better world. No, we are not working to make a better world because we are living in the best living world. We are not struggling to make the world better because we are living in the best world possible. So we are not contributing anything because the universe is perfect. Where life is happening wonderfully, there is no record to contribute anything better than whatever it is. So we are not struggling to make the world better because we are living in the best world. So associating with human beings required for life, that's the only thing we are seeking. We are seeking people because we are shocked with the perfect life. So we are not seeking anything else. We are seeking people who are willing to associate with what we are shocked with. We are shocked with the reality of life. Are you able to be with the reality? Not trying to make others believe that you are okay. We are not trying to convince anyone that we are okay. We are okay in our own experience only. We don't have to prove anyone that we are okay. No, we are not trying to prove anyone that we are okay. We will never try to prove anyone. Never. If you want your own truth, well, we are here to associate for the truth of happening, which is created by eternity, not by some social belief system or technology from the science. No, never. ഇത്രയും മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം വേറെ എവിടെ കിട്ടും? ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ ചവറേ കിട്ടാനുള്ളൂ, വേറൊന്നും കിട്ടാനില്ല. വേറൊന്നും കിട്ടാനില്ല. എന്തെങ്കിലും ഉണ്ടാകും. വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്, നിത്യമാണ്. ഇതിൽ യാതൊരു തകരാറുമില്ല. നമ്മളിൽ എവിടെയാണ് തകരാറ്? ഏത് ഭാഗത്താണ് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം സജീവമായിട്ട് എത്ര ക്ഷീണിച്ചാലും ക്ഷീണിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഥപുസ്തകങ്ങളൊന്നും അല്ല, ഒരിക്കലുമല്ല. ഒരു കഥപുസ്തകം എടുക്കണ്ട, ഒരു കഥപുസ്തകം എടുക്കണ്ട. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ സ്പന്ദനത്തെ അനുഭവിക്കാൻ താല്പര്യമുണ്ട? ആഹാ, എത്രയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാൻ തയ്യാറാണെങ്കിൽ മംഗളം നേരുന്നു ഞാൻ. യെസ്, ഇറ്റ്സ് ഹാപ്പനിങ് ഓൾവേസ്. വെരി സിമ്പിൾ. നത്തിങ് എൽസ്. ഇറ്റ്സ് ഓൾവേസ്. യെസ്, Ashley.